ഹലോ ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് കേരളത്തിൽ എന്തോരം എക്സ്പെൻസ് ആവും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മൾ BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്നത് LBS, CPAS, PNCMAC, AMC, FNCK തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴിയാണ്, തുടങ്ങിയ ഇത് വഴിയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ LBS എടുക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം, CPASലെ കോളേജുകളുടെ പകുതി സീറ്റ്, PNCMACലെ കോളേജുകളുടെ പകുതി സീറ്റ്, AMC, FNCKലെ കോളേജുകളുടെ പകുതി സീറ്റ്, മറ്റ് സിമെറ്റ് കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ എല്ലാം തന്നെ LBSൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ LBS അഡ്മിഷൻ ലഭിച്ചെന്ന് വയ്ക്കുക. അവിടെ വരുന്ന ജനറൽ, EWS, OBC കാറ്റഗറിയിലെ കുട്ടികൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 24,000 രൂപയാണ് ടോക്കൺ ഫീ. ഇനി മറ്റ് കാറ്റഗറി ആയിട്ടുള്ള, അതായത് റിസർവേഷനുള്ള കാറ്റഗറികളാണെങ്കിൽ, അതായത് റിസർവേഷൻ എന്ന് പറയുമ്പോൾ SC, ST, OEC കാറ്റഗറിയിലുള്ള കുട്ടികൾ ടോക്കൺ ഫീ ആയിട്ട് 1000 രൂപയായിരിക്കും അടയ്ക്കേണ്ടി വരിക. ഇനി നമ്മൾ ഗവൺമെൻറ് കോളേജുകളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ജനറൽ, EWS കാറ്റഗറി, OBC, ജനറൽ, EWS, OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ അടയ്ക്കേണ്ടത് 23,170 രൂപയാണ്. അതായത് ടോക്കൺ ഫീ 24,000 അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. കൂടാതെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും ഈ ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ അടയ്ക്കേണ്ടതാണ്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന മറ്റ് റിസർവേഷനുള്ള SC, ST, OEC കുട്ടികൾക്ക് ഈ ഗ്രാൻസ് വഴി അവരുടെ ഫീസ് ബാക്കിയുള്ള 3 വർഷങ്ങളിലും അടഞ്ഞു പോകുന്നതായിരിക്കും. ഇനി LBSൽ ബാക്കി വരുന്ന സെൽഫ് ഫിനാൻസിങ്, CPAS, സിമെറ്റ് പോലുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നവർ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് 25,000 രൂപ ടോക്കൺ ഫീയും, പിന്നീട് നമ്മൾ കോളേജിൽ ചേരുന്ന ടൈമിൽ 80,328 രൂപയായിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. അതായത് LBSൽ മറ്റ് ഗവൺമെൻറ് അല്ലാത്ത CPAS, സിമെറ്റ്, PNCMAC അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നൽകേണ്ട ഫീസ് എന്ന് പറയുന്നത് 1,14,308 രൂപയായിരിക്കും. പിന്നീട് വരുന്ന വർഷങ്ങൾ, അതായത് 2, 3, 4 വർഷങ്ങളിലായിട്ട് നമ്മൾ 1,01,558 രൂപയായിരിക്കും അടയ്ക്കുന്നുണ്ടാവുക. ഇവയൊന്നും തന്നെ കൂടാതെ ഹോസ്റ്റൽ, മെസ്സ്, ടെക്സ്റ്റ് ബുക്സ്, യൂണിഫോം തുടങ്ങിയതിനുള്ള ഫീസുകൾ നമ്മൾ നൽകേണ്ടതായിരിക്കും. ഈ ഹോസ്റ്റൽ, മെസ് എന്നൊക്കെ പറയുന്ന ഫീസുകൾ ഓരോ കോളേജിലും ഓരോ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി SC, ST, OEC വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ ഈ 1000 രൂപ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ ചേരുമ്പോൾ ഒരു 10,000 രൂപ അവരുടെ സെക്യൂരിറ്റി ഫണ്ട് അല്ലെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രം മതിയാകും. പിന്നീട് 4 വർഷത്തോട്ട് അവർ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഫീസ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വഴി കയറുന്നതായിരിക്കും. ഇനി NRI വഴി LBSൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഫീസ് ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. ഇനി അടുത്തത് പറയുന്നത് PNCMACൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. അവിടെ ആർക്കും തന്നെ റിസർവേഷനോ അതുപോലെ തന്നെ ഫീസ് ഇളവുകളോ ലഭിക്കുന്നതല്ല. PNCMAC വഴി കയറുകയാണെങ്കിൽ അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് LBSലെ ജനറൽ, EWS അതുപോലെ തന്നെ OBC കാറ്റഗറികൾക്ക് പറഞ്ഞിട്ടുള്ള 1,14,308 രൂപയായിരിക്കും. രണ്ടാമത്തെ, മൂന്നാമത്തെ വർഷങ്ങളിലും അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ളവരാണെങ്കിലും അവർക്ക് ഫീസ് ഇളവുകളും കാര്യങ്ങളൊന്നും ലഭിക്കില്ല. അവർക്ക് LBSലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്ന ജനറൽ കാറ്റഗറികളിൽ അടയ്ക്കുന്ന ഫീസ് അതുപോലെ തന്നെ അടയ്ക്കേണ്ടി വരും. അതേ സെയിം തന്നെയാണ് AMC, FNCKയിലും. അവിടെയും റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇനി നമ്മൾ CPAS വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. CPASലും നമുക്ക് ഇതുപോലെ തന്നെ LBSലെ ഇതുപോലെ തന്നെ എല്ലാ റിസർവേഷനും കിട്ടുന്നതാണ്. അതായത് റിസർവേഷൻ ഉള്ളവർ 1000 രൂപ ടോക്കൺ ഫീസും അതുപോലെ തന്നെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് മാത്രം അടച്ചാൽ മതിയാകും. ബാക്കിയുള്ളതെല്ലാം ഈ ഗ്രാൻസ് വഴി കിട്ടുന്നതാണ്. മറ്റ് ജനറൽ, EWS, OBC കാറ്റഗറികളിൽ വരുന്നവർ സാധാരണ LBSലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അടയ്ക്കുന്ന ഫീസ്, അതായത് 1,14,308 രൂപ തന്നെ ഓരോ വർഷവും അടയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഹോസ്റ്റൽ, മെസ്, മറ്റ് ഫീസുകളെല്ലാം തന്നെ ഓരോ കോളേജിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ചേരാൻ പോകുമ്പോൾ അടയ്ക്കേണ്ടതാണ്. സോ കാശ് എല്ലാവരും റെഡിയാക്കി വെക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫീസിൻ്റെ കാര്യത്തിൽ വീഡിയോയ്ക്ക് ഇടയിൽ കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.